ഉപതെരഞ്ഞെടുപ്പിലെ ചൂടേറിയ പ്രചാരണങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു വേറിട്ട വേദി നിലമ്പൂരിൽ ഒരുങ്ങി. ഒരു വട്ടം കൂടി പ്രിയ സ്വരാജിനൊപ്പം എന്ന പേരിൽ LDF സ്ഥാനാർത്ഥിയായ M സ്വരാജിന് പിന്തുണയുമായി അധ്യാപകരും സഹപാഠികളും സുഹൃത്തുക്കളും ചേർന്നാണ് സ്നേഹസദസ് ഒരുക്കിയത്. സ്വരാജ് 1ാം ക്ലാസ്സിൽ പഠിക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അത് കഴിഞ്ഞ് 2ാം ക്ലാസ്സിലായപ്പോൾ മുതൽ സ്വരാജ് സ്കൂളിൻ്റെ ലീഡറാണ്. അപ്പോൾ 300-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 2ാം ക്ലാസ്സിൽ തന്നെ ലീഡറാകുക എന്ന് വെച്ചാൽ അന്ന് തന്നെ നേതൃത്വ പാഠവത്തിൻ്റെ ഒരു ലക്ഷണമാണല്ലോ അത്. പ്രൈമറി അധ്യാപകൻ ദാമോദരൻ മുതൽ ചുങ്കത്തറ മർത്തോമ കോളേജിലെ മലയാളം അധ്യാപിക ഡോക്ടർ മിനി പ്രസാദ് വരെ സ്വരാജിന്റെ ജീവിതപാതയിലെ ഓർമ്മയുടെയും അനുഭവങ്ങളുടെയും ആവേശമായിരുന്നു വേദിയിൽ. കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എനിക്ക് പരിചിതമായ ഒരു മുഖം കണ്ടു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഞാൻ ആ മുഖം കണ്ട് ഞാൻ അദ്ദേഹത്തോട് പോയി ചോദിച്ചു. അപ്പോൾ നമ്മുടെ സുരേഷ് ബാബു മാഷായിരുന്നു എംപ്ലോയ്മെന്റ് എക്സിക്യൂട്ടീവ് ഇവിടെ വന്നു. അപ്പോൾ അങ്ങനെയുള്ള പലരെയും പല ഗുരുക്കന്മാരെയും വീണ്ടും ഒരിക്കൽ കൂടി മുന്നിൽ കൊണ്ടുവന്നത് രാഷ്ട്രീയ പ്രവർത്തനവും തിരഞ്ഞെടുപ്പുമാണ് എന്നതും ഒരു സ്വകാര്യ ആഹ്ലാദമാണ്. പരിപാടി ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരി KR മീര സ്വരാജിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: എനിക്ക് വളരെ അഭിമാനം തോന്നിയത് ഈ കാലത്തും ഈ വിധത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നിലനിൽക്കാമെന്ന് ബോധ്യപ്പെടുത്തുന്നത് സ്വരാജിനെ പോലെ ചില ചെറുപ്പക്കാർ മാത്രമാണ്. മലയാളം ക്ലാസ്സിലെ അധ്യാപിക ത്രേസി അമ്മ, വാക്യങ്ങൾ തിരുത്തിയ അധ്യാപകൻ MK ദിവാകരൻ, ഹാളിന്റെ പിറകിൽ ഒത്തിരി ചിരിച്ച സുഹൃത്തുക്കൾ, കോളേജ് ചർച്ചകളിൽ തർക്കിച്ച കൂട്ടുകാർ, ഒരൊറ്റ പേരിനൊപ്പം ഒട്ടനവധി ഓർമ്മകളായിരുന്നു ഈ വേദിയിൽ. വോട്ടിന്റെ കണക്കിനപ്പുറം ബന്ധങ്ങളുടെ ഗണിതം കൂടി തെളിയിച്ച ഒരു കൂട്ടായ്മ. പ്രിയ സുഹൃത്ത് M സ്വരാജിനൊപ്പം ഒരിക്കൽ കൂടി അവർ ഒരുമിച്ചുകൂടി. ടീം 24 നിലമ്പൂർ.